സംസ്ഥാനത്ത് 3 ദിവസം കൂടി ഉയർന്ന താപനില തുടരും. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. സുനിഷ അയ്യലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, 3 ദിവസം കൂടി ചൂട് തുടരും എന്ന് തന്നെയാണ്. അതിനുശേഷം വേനൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണോ? ശ്രുതി, അങ്ങനെ തന്നെയാണ്. അടുത്ത 3 ദിവസം കൂടി ചൂട് ഇതേ തോതിൽ തന്നെ തുടരും. പക്ഷേ അതിനുശേഷം ചെറിയൊരു ആശ്വാസമായി വേനൽ മഴ ലഭിക്കുമെന്നത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതുപോലെ തന്നെ വയനാട്, ഇടുക്കി ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് തുടരുകയാണ്. പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നതാണ് പറയുന്നത് പോലെ 2 മുതൽ 4 ഡിഗ്രി വരെ ഇനിയും താപനില ഉയരാനുള്ള സാധ്യത കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അന്തരീക്ഷത്തിലെ ചൂടേറിയ അന്തരീക്ഷവും അസ്വസ്ഥതയേറിയ കാലാവസ്ഥയും അടുത്ത 3 ദിവസം കൂടി തുടരുമെന്നതാണ്. ഒപ്പം ആലപ്പുഴയിലും കോഴിക്കോടുമുള്ള ഈ രാത്രികാല താപനില ഇനിയും ഉയരാനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മഴയ്ക്കുള്ള സാധ്യത കൂടി, അതായത് ബുധനാഴ്ചയ്ക്ക് ശേഷം വേനൽ മഴ പലയിടങ്ങളിലും ലഭിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ലഭിക്കുന്നു. ഒപ്പം മെയ് 9-ന് മലപ്പുറത്തും വയനാടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. മെയ് 10-ാം തീയതി ഇടുക്കിയിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ഈ വടക്കൻ മേഖലകളിൽ വേനൽ മഴയ്ക്കുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. ഈ ആഴ്ച അവസാനത്തോടുകൂടി മലയോര മേഖലകളിലൊക്കെ തന്നെയും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അപ്പോഴും കാലാവസ്ഥാ കേന്ദ്രം തുടർച്ചയായ ഒരു മഴ ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നില്ല. പക്ഷേ ഇടവിട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത, ചെറിയൊരു നേരിയ തോതിലെങ്കിലും ആശ്വാസമായി മഴയുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ശ്രുതി, സംസ്ഥാനത്ത് 3 ദിവസം കൂടി ഉയർന്ന താപനില തുടരും. പിന്നീട് വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സുനിഷ അയ്യലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.